+1 സാമ്പത്തിക ശാസ്ത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കാണും, അതിന്റെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞത്. അതിൽ ബ്രിട്ടീഷ് ഭരണ സമയത്ത്, കോളനി വാഴ്ച സമയത്ത് ഇന്ത്യയുടെ കാർഷിക മേഖലയിലും ഇന്ത്യയുടെ വ്യവസായ മേഖലയിലും അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തിലും അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളിലും കൊളോണിയൽ ഭരണത്തിന്റെ ഇഫക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്, അഗ്രികൾച്ചർ സെക്ടറിൽ സ്റ്റാഗ്നന്റ് അവസ്ഥയായിരുന്നു ബ്രിട്ടീഷ് ഭരണ സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും. അപ്പോൾ ബ്രിട്ടീഷ് ഭരണ സമയത്ത് പലപ്പോഴും നെഗറ്റീവ് ഇഫക്റ്റുകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ചില ഘടകങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലോട്ട് കടക്കുന്നത് ഇന്ത്യൻ എക്കോണമി, അതിൽ 50 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 200 വർഷം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അവസാനം എന്നോണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗതയെ നിർണയിക്കുന്നത് ഇന്ത്യക്കാരായി മാറി. ആ ഒരു രാഷ്ട്ര നിർമ്മാണം നമ്മളുടെ കൈകളിൽ എത്തിച്ചേർന്നു. അപ്പൊ രാഷ്ട്ര നിർമ്മാണം നമ്മളുടെ കൈകളിൽ എത്തിച്ചേർന്നപ്പോൾ പിന്നെ നമ്മൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മളുടെ ലീഡേഴ്സിന് അന്ന് ജവഹർലാൽ നെഹ്റു തുടങ്ങി പ്രമുഖരായ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് സമ്പദ്ഘടന ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സിസ്റ്റം ഇന്ത്യ ഫോളോ ചെയ്യണം. അക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലിരുന്ന പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റംസ്, സമ്പദ്ഘടനകൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ 8-9 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയാം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഓർമ്മിക്കുക, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. Capitalism is an economic system in which all the means of production are owned and controlled by private individuals. പ്രൈവറ്റ്, സ്വകാര്യ വ്യക്തികൾ ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓൾ ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉൽപാദന ഉപാധികൾ. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത, ഉൽപാദന ഉപാധികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ ഉൽപാദന ഉപാധികൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ കൈകാര്യം ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളായിരുന്നു. ഉദാഹരണമായി USA, ജപ്പാൻ, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളാണ്. ഈ ക്യാപിറ്റലിസത്തിന്റെ 1-2 ഫീച്ചേഴ്സും കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് സ്വകാര്യ സ്വത്ത് ജനങ്ങൾക്ക് സമ്പാദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പ്രോഫിറ്റ് മോട്ടീവാണ്. എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഇവിടെ പ്രൊഡ്യൂസറിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സോവറിനാണ്. സോവറിൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഘടകം എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. വില സംവിധാനം എന്ന് പറയുമ്പോൾ ഈ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെ വില നിശ്ചയിക്കപ്പെടുന്നത് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കുക, ഞാൻ ഒരു പ്രോഡക്റ്റ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നു,
എനിക്ക് പ്രോഡക്റ്റ് തരാൻ വെച്ചിരിക്കുന്നു സപ്ലൈ. അപ്പോൾ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് ഈ കമ്പോളത്തിൽ സാധനങ്ങളുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി സോൾഡ് പ്രോഫിറ്റബിളി ഐദർ ഇൻ ദി ഫോറിൻ മാർക്കറ്റ് ഓർ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. പ്രൊഡ്യൂസറിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, അയാൾക്ക് ലാഭം കിട്ടണം. അപ്പോൾ അയാൾ ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ആയിരിക്കും ഇത് വിറ്റഴിക്കുന്നത്. അത് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആകട്ടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് ആകട്ടെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇപ്പം കാറുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ അവിടെ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാറിന്റെ ഉൽപാദനമാണ്. അതേസമയത്ത് മറ്റൊരു സ്ഥലത്ത് ബൈസൈക്കിൾ ആണ് ഡിമാൻഡ് കൂടുതലെങ്കിൽ ബൈസൈക്കിളാണ് അവിടെ ഉൽപാദനം കൂടുതൽ നടത്തുന്നത്. ചിലപ്പോൾ ഈ കാർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്ത് ബൈസൈക്കിൾ ആവശ്യമുള്ളവർ കാണും, പക്ഷെ അതിന്റെ ആവശ്യക്കാർ കുറവായതുകൊണ്ട് അതവർ കൺസിഡർ ചെയ്യാറില്ല. നേരെ മറിച്ച് ബൈസൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു മേഖലയിൽ കാറിന്റെ ഡിമാൻഡ് കാണും, പക്ഷെ ആ ഡിമാൻഡ് കുറവാണെങ്കിൽ അതും അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഏതാണോ അതിന് മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ട് ടെക്നോളജി നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കും. ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും മറ്റൊന്ന് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയും. ലേബറിനെ തീവ്രമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും മൂലധനത്തിനെ കൂടുതൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നതും. നേരെ മറിച്ച് കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറിനും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നതാണ് നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ ക്യാപിറ്റലിസ്റ്റിന്റെ പ്രത്യേകത, ഏതാണോ അവർ ഉൽപാദനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചീപ്പാകുന്നത്, ലേബർ ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു, ക്യാപിറ്റലാണ് അവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പർ ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരൊറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റലിസ്റ്റുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോട്ട് ഓൺലി കൺസേൺ ദി കൺസ്യൂമേഴ്സ് നീഡ്സ് ബട്ട് കൺസിഡർ ഓൺലി ദ കൺസ്യൂമേഴ്സ് പർച്ചേസിംഗ് പവർ. ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ, ക്രയശേഷിയുടെ കഴിവിന് അനുസരിച്ച് എന്താണോ അതായിരിക്കും അവർ ഉത്പാദിപ്പിക്കുന്നത്. അല്ലാതെ കൺസ്യൂമറിന്റെ നെസസിറ്റീസ് ഏതൊക്കെയാണ്, പ്രധാന ആവശ്യങ്ങൾ ഏതാണോ അതിനെ ഉദ്ദേശിച്ചല്ല പ്രൊഡ്യൂസേഴ്സ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനങ്ങളുടെ വാങ്ങാനുള്ള ക്രയശേഷിക്ക് അനുസരിച്ചാണ് ഈ ആൾക്കാർ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. ജനങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കൈവശം പണം ഉണ്ടോ, അത് ഏതിനാണ് ഡിമാൻഡ് വരുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തുന്നതും ക്യാപിറ്റലിസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം കൺസിഡർ ചെയ്യണമെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്ന നല്ല പാവപ്പെട്ട ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം. പക്ഷെ അവർക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അവർക്ക് ലോ കോസ്റ്റ് വീടുകൾ, അതായത് ചിലവ് കുറഞ്ഞ വീടുകളൊക്കെ ആയിരിക്കും ആവശ്യം. അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം നേടേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, ഇതൊന്നും ആയിരിക്കില്ല ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ അവരുടെ പർപ്പസ്. അപ്പോൾ അവർ നോക്കുന്നത് ഇതൊരു ഡിമാൻഡേ അല്ല. കാരണം ഈ പാവങ്ങൾക്ക് പർച്ചേസിംഗ് പവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ അവർ തിങ്ക് ചെയ്യുന്നത് ആർക്കാണോ പർച്ചേസിംഗ് പവർ, ഏത് കമ്പനികളോടാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത്, അത് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ഉൽപാദനം നടത്തുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനും അല്ലെങ്കിൽ നമ്മളുടെ ആ കാലത്തുണ്ടായിരുന്ന നേതാക്കൾക്കും തോന്നിയത് ഈ ഒരു അവസ്ഥ, ഈ ഒരു സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി ഇന്ത്യക്ക് അത്ര കണ്ട് അഭികാമ്യമല്ല എന്ന് മനസ്സിലായി. കാരണം നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അവർ ജീവിതത്തിൽ മുന്നോട്ട് കയറി വരാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സമ്പദ്ഘടന കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ഫോളോ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ അവസ്ഥയിൽ അഭികാമ്യമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഓർമ്മിക്കുക. 47 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ലീഡേഴ്സ് ഫേസ് ചെയ്യേണ്ടി വന്ന ചില സിറ്റുവേഷൻസ് ആണ്. അതിൽ ഒന്നാണ് നമ്മളിപ്പം അവലോകനം ചെയ്തത് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന്റെ ഒരു പ്രത്യേകത, ക്യാപിറ്റലിസം അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി. ഇനി രണ്ടാമത്തെ ഒരു എക്കണോമിക് സിസ്റ്റമാണ് സോഷ്യലിസം. സോഷ്യലിസത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതും പഠിച്ചിട്ടുണ്ട്. സോഷ്യലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് all the means of production are owned and controlled by government. ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് കൈവശം വയ്ക്കുന്ന എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പോള അവസ്ഥയാണ് സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും റഷ്യ, ചൈന, ക്യൂബ ഈ രാജ്യങ്ങളൊക്കെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ വരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ കുറച്ച് ഫീച്ചേഴ്സും കൂടി മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ക്യാപിറ്റലിസം പോലെ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഫീച്ചർ ഈ സോഷ്യലിസ്റ്റ് കൺട്രീസിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് സമ്പാദനം സോഷ്യലിസ്റ്റ് കൺട്രീസിൽ ഉള്ള ഒരു ഫീച്ചർ അല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ മീൻസ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല, മറിച്ച് വെൽഫെയർ ആണ് അവരുടെ മെയിൻ മോട്ടീവ്. അതുപോലെ തന്നെ ഇവിടെ ഉൽപാദനം നടത്തുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കണ്ടല്ല, വ്യക്തികളെ കണ്ടല്ല, മറിച്ച് കളക്റ്റീവായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉൽപാദനം നടക്കുന്നത്. സോഷ്യലിസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്കണോമിക് ഇക്വാളിറ്റിയാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സാമ്പത്തിക സമത്വം, അതുപോലെ തന്നെ തുല്യ അവസരം. അപ്പോൾ ഈ തരത്തിലുള്ള കുറെ ഫീച്ചേഴ്സ് അടങ്ങുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങുന്നതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡൻസ് വിത്ത് ദി നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ നീഡ് എന്താണോ അതിനനുസരിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്യാപിറ്റലിസത്തിൽ കണ്ടു, സൊസൈറ്റിയുടെ നീഡ് അനുസരിച്ചല്ല ഉൽപാദനം നടക്കുന്നത്, മറിച്ച് അവിടെ പർച്ചേസിംഗ് പവർ, ആർക്കാണോ വാങ്ങാനുള്ള ക്രയശേഷി കൂടുതൽ അതിനനുസരിച്ചാണ് ഉൽപാദനം നടക്കുന്നത്. പക്ഷെ സോഷ്യലിസത്തിൽ അങ്ങനെയല്ല. സൊസൈറ്റിക്ക് എന്തൊക്കെയാണോ അത്യാവശ്യം അത് അവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന് അറിയാം. എന്താണോ സൊസൈറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ളത് ആ സാധനങ്ങളാണ് ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ വിതരണം ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇതാണ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ചുരുക്കം ചില വ്യക്തികളുടെ വെൽഫെയർ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സൊസൈറ്റിയുടെ മുഴുവനുള്ള വെൽഫെയർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ, ക്യാപിറ്റലിസം, സോഷ്യലിസം, അപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേണിനോട് കൂടിയായിരുന്നു കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് നമ്മുടെ ലീഡേഴ്സിന് ഉണ്ടായിരുന്നത്. സൊസൈറ്റിയിൽ ഒരു ഇക്വാളിറ്റി, പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൺസ്യൂമറിനെ ഏറ്റവും പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത ഒരു സമ്പദ്ഘടന. അപ്പോൾ ഇതില് ഇന്ത്യൻ ലീഡേഴ്സ് തിങ്ക് ചെയ്തത് ഈ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് വ്യൂവില് അതിന്റെ സോഷ്യലിസത്തിന്റെ കുറെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രസി, ലോകത്ത് ജനാധിപത്യം നിലകൊള്ളുന്ന ഒരു വലിയൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഡെമോക്രസി ഉള്ള ഈ രാജ്യത്ത്, ജനാധിപത്യം നിലകൊള്ളുന്ന ഈ രാജ്യത്ത് സ്വകാര്യ സ്വത്ത് സമ്പാദനം പാടില്ല എന്നൊന്നും പറയാൻ കർശനമായി നിലപാടെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾ ചിന്തിച്ചതും സോഷ്യലിസത്തിന്റെ പാറ്റേൺ എടുക്കുകയും അതിന്റെ ഡ്രോബാക്കുകൾ കളഞ്ഞുകൊണ്ട് ക്യാപിറ്റലിസത്തിന്റെ നല്ല വശങ്ങളും കൂടി എടുത്തുകൊണ്ട് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യാം എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മളുടെ നേതാക്കൾ ആ കാലഘട്ടങ്ങളിൽ എത്തിച്ചേർന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത് മിക്സ്ഡ് എക്കോണമിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, all the means of production are owned and controlled by both private and public sector. സ്വകാര്യ വ്യക്തികളും ഗവൺമെന്റും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റാണ്. കാര്യം ആ മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വരില്ല. കാരണം അവരുടെ ലക്ഷ്യം പരമാവധി ലാഭമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഗവൺമെന്റ് കാര്യങ്ങൾ നടത്തുകയും മറ്റുള്ള മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ ഉൽപാദനം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത ക്യാപിറ്റലിസത്തിന്റെ നല്ല വശങ്ങളും സോഷ്യലിസത്തിന്റെ നല്ല വശങ്ങളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി മാറും മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ ഒരു രീതി, ഈ ഒരു പാറ്റേണിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലുള്ള നിർദ്ദേശക തത്വങ്ങളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതും അതുപോലെ തന്നെ IPR 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1948 ഈ രണ്ട് കാര്യങ്ങളും ഒരു പ്രധാന ഫോക്കസായി മാറി നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ 3 സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങൾ പറഞ്ഞു: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി. അപ്പോൾ ഇതില് ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങനെ മാറി. അങ്ങനെ നമ്മൾ മിക്സ്ഡ് എക്കോണമി എന്നുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലോട്ട് കടന്നു വന്നു. ഇന്ത്യയുടെ പർപ്പസ് ഇത് തന്നെയായിരുന്നു: ഒരു സ്ട്രോങ് പബ്ലിക് സെക്ടറും അതിന്റെ കൂടെ പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ ജനാധിപത്യവും. പ്ലാനിംഗ് പ്രോസസ്സിൽ സ്വകാര്യ വ്യക്തികളെയും കൂടി പങ്കാളികളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം കൂടി ഇന്ത്യ സ്വീകരിച്ചു. 1950 ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കുകയും അതിന്റെ ഫസ്റ്റ് ചെയർമാനായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ സ്ഥാനത്ത് വരികയും അതുപോലെ തന്നെ 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യ ഈ പഞ്ചവത്സര പദ്ധതി തന്നെ 5 ഇയർ പ്ലാൻ തന്നെ കോപ്പി ചെയ്തത് അന്നത്തെ USSRൽ നിന്നാണ്. അവിടെ പരീക്ഷിച്ച ഒരു പദ്ധതിയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്തത്. അങ്ങനെ 1951, 56 കാലഘട്ടങ്ങളിൽ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ, 56, 61 കാലഘട്ടങ്ങളിൽ രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ, ഇങ്ങനെ ഈ 5 ഇയർ പ്ലാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏകദേശം 7 5 ഇയർ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഇത്രയും നിങ്ങളൊന്ന് ഓർമ്മിച്ചു വയ്ക്കുക. നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 200 വർഷക്കാലത്തെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ഡെസ്റ്റിനി ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജായി മാറി. അതിന്റെ ഭാഗമായി ആദ്യകാലത്തെ ലീഡേഴ്സ് നമ്മൾ ഏത് സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ ക്യാപിറ്റലിസത്തിന്റെയും ഒരു സിസ്റ്റം, സോഷ്യലിസത്തിന്റെയും മറ്റൊരു സിസ്റ്റം, ഇതിന്റെ തീവ്രമായ രീതി മാറ്റിവെക്കുകയും ഈ രണ്ട് സമ്പദ് വ്യവസ്ഥയുടെയും നല്ല ഭാഗങ്ങൾ എടുക്കുകയും ഇതിനെ കൂട്ടി ഒരുമിച്ചുകൊണ്ട് ഒരു മിക്സ്ഡ് എക്കോണമിയിലോട്ട് ഇന്ത്യ കടക്കുകയും, അപ്പോൾ ഒരു വലിയൊരു ജനാധിപത്യ രാജ്യത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതും ക്യാപിറ്റലിസത്തിനെ അതേപോലെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും സോഷ്യലിസത്തിനെയും അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും നമ്മുടെ ലീഡേഴ്സ് മനസ്സിലാക്കുകയും ഇന്ത്യ മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റത്തിലോട്ട് കാലുവയ്ക്കുകയും ചെയ്തു. ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ് ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ഡെമോക്രസി എന്നുള്ളത് സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ മിക്സ്ഡ് എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായി 1950 ഓർമ്മിച്ചു വയ്ക്കുക, 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. അതിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആരംഭിച്ചു. പിന്നെ അങ്ങോട്ട് 5 ഇയർ പ്ലാനിന്റെ ഒരു യുഗം തന്നെ ഉണ്ടായി.
അപ്പോൾ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 5 ഇയർ പ്ലാൻ എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഇന്ന് ഈ പഠിച്ചത് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുക, വായിച്ച് അതിനനുസരിച്ചുള്ള നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യുക. ഒരു അസൈൻമെന്റ് ആയിട്ട് ഞാൻ പറയുന്നത് ക്യാപിറ്റലിസവും സോഷ്യലിസവും മിക്സ്ഡ് എക്കോണമിയും കമ്പയർ ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് ഒരു ടേബിൾ വരച്ച് അതിന്റെ കമ്പാരിസൺ പോലെ എഴുതിയിട്ടേക്കുക. പല തവണകളായി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.